വാർത്തയിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സ്വാഗതം. ഞാൻ ജയൻ ഇയക്കാട്. ഞാൻ ഫ്ലൂട്ടാണ് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ചെറിയൊരു പീസ് വായിക്കാം ഫസ്റ്റ്. ഞാനൊരു 30 വർഷമായിട്ട് ഈ പുല്ലാങ്കുഴൽ വായിക്കുന്നുണ്ട്. പിന്നെ സാക്സോൺ വായിക്കുന്നത് ഒരു 10-12 വർഷമായിട്ട് സാക്സോൺ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെയുള്ള ഫങ്ഷൻസ് കൂടുതലുള്ളത്. അപ്പം നല്ല ഓഡിയൻസ് ഉണ്ടെന്ന്, നല്ല ഓഡിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ CM വന്നു, ആ സ്റ്റേജിൽ നിന്ന് വരാൻ പറ്റിയാലും വലിയ സന്തോഷം. പിന്നെ നിങ്ങൾ കാസർഗോഡ് വാർത്തകളെ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു, അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. എന്നെ ചോദിക്കാൻ ചോദിക്കാം. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഈ സംഗീതം വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ ജോൺസൺ പുഞ്ചക്കാടാണ് എൻ്റെ ഗുരു. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. 21 വയസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇത് ഉപജീവന മാർഗ്ഗം ഇതാണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ട്, അങ്ങനെ ജീവിച്ചു പോകും. ഞാൻ ആകാശവാണി ബഹിയ ആർട്ടിസ്റ്റാണ്. പിന്നെ നമ്മൾ പിന്നണിക്കാരാണല്ലോ, നമ്മളെ അംഗീകരിക്കാനൊന്നും ആൾക്കാരങ്ങനെ ഇല്ല. പിന്നെ പാട്ട് പാടുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന. നമ്മൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരെ പ്രത്യേക അവാർഡുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഒന്നും ഏർപ്പാടാക്കിയിട്ടില്ല. സംഗീത സംവിധാനം രംഗത്തുണ്ട്, പക്ഷേ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കുള്ള ഒരു അവാർഡൊന്നും ഇതുവരെ ഇല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒന്നും കിട്ടിയില്ല. ഞാനിപ്പോൾ കുറച്ച് മുന്നണിയായിട്ടൊരു 10 വർഷമായി മുന്നണിയിലാണ്. ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് എൻ്റെ പെർഫോമൻസും കുറച്ച് പാട്ടുകളും ഉണ്ട്. ഒരു ഒട്ടനവധി സിനിമക്ക് വായിച്ചിട്ടുണ്ട്. ഒട്ടനവധി ഓർമ്മ അതിന് പെട്ടെന്ന് പേര് പശ്ചാത്തല സംഗീതത്തിന് വായിച്ചിട്ടുണ്ട് കുറേ. പിന്നെ ഒരുപാട് ആൽബങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ സംഗീതരംഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഓർത്ത് വെക്കൂല. നമ്മൾ പാട്ടിനെ വിളിക്കും, അത് സിനിമയിലാണോ അത് ആൽബമാണോ നമുക്ക് പിന്നീട് നമ്മൾ അറിയും. സിനിമയുടെ പാട്ടായിട്ട് നമ്മൾ അറിയുന്നത്. പിന്നെ ഒന്നാമത് വടക്കോട്ടാണല്ലോ. ഞാൻ പയ്യന്നൂർ ഇയക്കാട്, ജയൻ ഇയക്കാടാണ് എൻ്റെ താമസം. നമുക്ക് വടക്കോട്ടിലവർക്ക് പിന്നെ ഈ സിനിമ മേഖലയിൽ കയറി കൂടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പൊതുവെ. അത്ര പോയിട്ട് വിദേശം ഇഷ്ടംപോലെ USA ഒക്കെ പോയിട്ടുണ്ട്, അമേരിക്ക പോയിട്ടുണ്ട്. പിന്നെ ചിത്രേച്ചിയുടെ പരിപാടിക്ക് വായിച്ചിട്ടുണ്ട്, ദാസേട്ടൻ്റെ പരിപാടിക്ക് വായിച്ചിട്ടുണ്ട്, MG ശ്രീകുമാർ പരിപാടി എല്ലാ പേരും. ഞാൻ ഇതിലുണ്ടായിരുന്നു, നമ്മുടെ ഫ്ലവേഴ്സിൽ ഒരു വർഷത്തോളം ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ കുട്ടികളുടെ പരിപാടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കണ്ടിന്യൂ ആയിട്ടാകുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള എൻ്റെ ജയ് ബാൻഡാണ് എൻ്റെ ബാൻഡിൻ്റെ പേര്. അപ്പം എനിക്ക് എൻ്റെ പ്രോഗ്രാംസ് എനിക്ക് കുറവായി പോകും. അപ്പം എനിക്ക് എൻ്റെതായ പരിപാടി അവിടെ പോയാൽ പിന്നെ അവിടെ തന്നെ നമ്മൾ സെറ്റിലാണ്. അപ്പം കുറച്ച് കാലം അവിടെ വായിച്ചു കുട്ടികൾക്ക്. പിന്നെ എൻ്റെതായ പ്രോഗ്രാം എൻക്വയറി വരുമ്പം ഞാൻ ജയ് ബാൻഡ് എന്നുള്ള ബാൻഡ് വെച്ചിട്ട് പ്രോഗ്രാംസ് നല്ല എൻക്വയറീസ് ഉണ്ട്. പ്രോഗ്രാം ദൈവം സഹായിച്ചിട്ട് കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. അങ്ങനെ നടത്തിയിട്ട് സുഖമായിട്ട് പോകുന്നു. പിന്നെ വിദേശത്ത് പോയത് കാര്യം പറഞ്ഞാൽ അമേരിക്ക പോയിരുന്നു, സൗത്ത് ആഫ്രിക്ക ശങ്കർമാധവൻ സാറിൻ്റെ കൂടെ പോയിരുന്നു. ചിത്ര അയ്യർ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കുറേ കാലം. അന്നേരം USA ഒക്കെ പോയിരുന്നു. പിന്നെ ഗൾഫ് കൺട്രീസ് ഒരുവിധം ഒട്ടുമുക്കാലും. ഇപ്പം ഞാൻ മസ്കറ്റിൽ ഒരു പരിപാടി ചെയ്ത് വന്നേ ഉള്ളൂ. കൈരളി ഈ ടീമിൻ്റെ ഒരു പ്രോഗ്രാം പോയിട്ട് ഒരു 2 മാസം മുമ്പ്. ജാനകിയമ്മയുടെ കൂടെ SP സാറിൻ്റെ കൂടെ വായിക്കാനുള്ള ഭാഗ്യം ഈ ജന്മത്തിൽ കിട്ടി. അത് നമ്മളെ എല്ലാ അനുഗ്രഹമായിട്ട് കരുതുന്നു. ലെജൻസ് അവരൊക്കെ, സുശീലാമ്മ, ജയേന്ദ്രൻ്റെ കൂടെ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട്. SP സാറാണെങ്കിൽ പറയണ്ടേ, SP സാറാണ് എൻ്റെ ആർട്ടിസ്റ്റുമാരോടുള്ള ഇടപെടലിലും സഹകരണത്തിലും ബെസ്റ്റ്. ചിത്രാമ്മ നല്ല മാതിരിയാണ്. അതുപോലെ ജാനകിയമ്മ, ഇവരൊക്കെ ആർട്ടിസ്റ്റുമാരോട് ഭയങ്കര കോർപ്പറേഷൻ. അവരെ കൂടിയുള്ളവരെ സ്വന്തം മക്കളെ പോലെ നോക്കും. അങ്ങനെയാണ് തുടർന്നും തന്നെ മുന്നോട്ട് പോകണം. ജീവൻ്റെ കാലത്തോളം ഇങ്ങനെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനെക്കൊണ്ട് ഇപ്പോൾ വിജയത്തിന് കുറച്ച് കാശ് കിട്ടുന്നു, അതുമായിട്ട് അങ്ങനെ പോകും. ഫാമിലി ഡീറ്റെയിൽസ്: മകൻ, ഒരു ഭാര്യ, ഒരു മകൻ. ഭാര്യ റവന്യൂയുടെ കാസർഗോഡ് SU ആണ്, കാസർഗോഡ് വില്യംസിൽ. പിന്നെ മകൻ MSc പഠിക്കുകയാണ് ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പെരിയയിൽ. ഒരാളേ ഉള്ളൂ. അവന് സംഗീതമൊന്നുമില്ല. അവൻ അച്ഛൻ്റെ പേര് കേളു, ഡ്രൈവർ. ഇല്ല, ഇപ്പോൾ ഇല്ല. അമ്മ V ദേവകി. അദ്ദേഹം ഇല്ല, ഇപ്പം രണ്ടുപേരും ഇല്ല, മരിച്ചുപോയി രണ്ടുപേരും. ഇല്ല, അതെ, ഫാമിലിക്കെല്ലാം പ്രോബ്ലം ഉണ്ട്, നമ്മൾ കിട്ടാത്തതുകൊണ്ട്. പിന്നെ ആർട്ടിസ്റ്റ് കലാകാരന്മാരുടെ ജീവിതം എല്ലാവരും അങ്ങനെ തന്നെയാണ് പൊതുവെ. സപ്പോർട്ട് നല്ലുണ്ട്. എൻ്റെ ഭാര്യ ഭരതനാട്യം എമ്മയാണ്. ഭരതനാട്യം കഴിഞ്ഞ PhD ചെയ്ത് ജോലി കിട്ടിയിട്ട് അങ്ങനെയാണ് അവൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കയറിയത്. കാസർഗോഡ് SU ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൾ നമ്മൾ സംഗീത കുടുംബം തന്നെയാണ് നമ്മുടെ ഫാമിലി. സാക്സോഫോൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇൻട്രാക്ഷൻ ചെയ്യാനും കൗതുകവും. സാക്സോഫോൺ വായിക്കുമ്പോൾ കൗതുകം, അതിൻ്റെ ഹിന്ദി പാട്ടൊക്കെ വായിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ അതിൽ ശ്രദ്ധ കുറച്ച് കേന്ദ്രീകരിച്ചത്. ക്ലാസിക്കലായിട്ട് അടിസ്ഥാനമായി പഠിച്ചിട്ടുണ്ടോ ചോദിച്ചില്ല, പക്ഷേ അത്യാവശ്യം റെക്കോർഡിങ്ങിന് വേണ്ട ക്ലാസിക്കൽ സോങ്സ് ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെ
പിന്നെ എല്ലാവരും നമ്മളെ കൂടെ വായിച്ചതല്ല. എനിക്ക് ഏറ്റവും പ്രശസ്ത തന്നത് പബ്ലിക്കാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഫസ്റ്റ് സെഷൻ CM സാറ് വരുന്നതിന് മുമ്പേയുള്ള സെഷൻ എന്നെ ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ആ സമയത്ത് ജനങ്ങളാണ് നമ്മളെ ഏറ്റവും പ്രോത്സാഹനം. നമ്മൾ കൂടെയുള്ളവരെല്ലാം നമ്മളെപ്പം പ്രോത്സാഹനം തെറ്റുകുറ്റങ്ങളും പറഞ്ഞുതരും. എൻ്റെ കൂടെ ഇപ്പം സജി ഉണ്ട് കീബോർഡിൽ, പിന്നെ ജനാർദ്ദൻ്റെ തബലയിൽ, പിന്നെ ഷാജിയാണ് റിതം പാഡിൽ. അപ്പോൾ നമ്മളിപ്പോൾ 2 പാട്ടും കൂടെ വായിച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തു. താങ്ക് യു. കാസർഗോഡ് വാർത്ത. ഞാൻ ഏകദേശം ഒരു 30 വർഷമായിട്ടുണ്ട്. 30 വർഷമായിട്ടുണ്ടാവും. സാക്സിഫോൺ ഞാൻ ഫ്ലൂട്ടായിരുന്നു ഫസ്റ്റ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ഒരു സജി 10 വർഷം മുമ്പാണ് സാക്സിഫോൺ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 10 വർഷമായി സാക്സിഫോൺ, പിന്നെ 30 വർഷമായി ഫ്ലൂട്ടും. സജി